ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്ത്യയിൽ ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെൻസസ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും അല്ലേ. അങ്ങനെ ചിലരെയെങ്കിലും നമ്മൾ കൺഫേം ചെയ്യാതെ കയ്യേറ്റം ചെയ്യുകയോ തടയുകയോ ചെയ്താൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തന്നെ സെൻസസിന്റെ എല്ലാ ഉത്തരങ്ങളും രേഖപ്പെടുത്താം. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഗൂഗിൾ സെലക്ട് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ബാറിൽ se.census.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വരുന്ന ഇന്റർഫേസിൽ ഫസ്റ്റിൽ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. സെൻസസ് ഓഫ് ഇന്ത്യ 2027 എന്നുള്ള ഒരു പേജ് ഇങ്ങനെ വരും. അതിൽ തന്നെ സെൽഫ് എന്യൂമറേഷൻ ലോഗിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റേറ്റ് ഓർ യൂട്ടി എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ അത് സെലക്ട് ചെയ്യാം. ഇപ്പം കേരളം സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് നമുക്ക് ക്യാപ്ച അടിച്ചു നോക്കാം. ക്യാപ്ച അടിച്ചിട്ട് എനിക്കത് ഫെയിൽഡ് ആയി പോകുന്നുണ്ട്. കാരണം ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കി വെച്ചതായിരുന്നു. സോ ഞാൻ ആ സ്ക്രീൻ റെക്കോർഡിംഗ് ഓഫ് ചെയ്തതിന് ശേഷം എൻ്റെ സക്സസ്ഫുൾ ആയത്. പിന്നെ വരുന്നൊരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അതിൽ ഓക്കെ കൊടുക്കാം. അതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന ഇൻ്റർഫേസിൽ ഓൾറെഡി നമ്മൾ കൊടുത്ത സ്റ്റേറ്റ് അവിടെ ഉണ്ടാവും, കേരള. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരാണ് കൊടുക്കേണ്ടത്, നെയിം ഓഫ് ദ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. നെക്സ്റ്റ് ഫോൺ നമ്പർ അടിക്കാം. ഇമെയിൽ വേണമെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം നേരെ ഒരു OTP നമ്മുടെ ഫോൺ നമ്പറിലോട്ട് വരും. ആ OTP ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. ലാംഗ്വേജും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പോയിന്റ്സ് വരും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം ഓക്കെ എന്നുള്ള ആ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീടിൻ്റെ സ്ഥാനം ശരിയായി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇത്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി വരുന്ന ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റേറ്റ് വരും. പിന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. ജില്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പിൻകോഡാണ്. പിൻകോഡും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നമ്മുടെ വില്ലേജിൻ്റെ പേരോ പട്ടണത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിലെ ലാൻഡ്മാർക്ക് ആയാലും നിങ്ങൾക്ക് അവിടെ ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ആ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ ആ ഒരു റെഡ് മാർക്കർ വന്ന് നിൽക്കും. വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ പേരോ ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് എളുപ്പത്തിൽ ഈ ഒരു മാർക്കർ 2 വിരൽ ഉപയോഗിച്ച് സൂം ചെയ്ത് മാറ്റാവുന്നതാണ്. വീടിൻ്റെ മുൻപിലൂടെ പോകുന്ന റോഡുകളോ പുറകിലൂടെ പോകുന്ന റോഡുകളോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ഏകദേശം നിങ്ങളുടെ വീടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മാർക്കർ കൊണ്ടുപോയി വെക്കാം. നിങ്ങളുടെ താമസ സ്ഥലം ഏകദേശം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ഓപ്ഷനായ സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ള ഓപ്ഷനാണ് നിൽക്കേണ്ടത്. ഇനി അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റദ്ദാക്കുക എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നീട് ഇപ്പോൾ കൊടുത്ത വിവരങ്ങളെല്ലാം നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഈ സേവ് എന്നുള്ള ഓപ്ഷനാണ് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം, ജില്ല, നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ ഏകദേശം ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഇങ്ങനെ വരും. കൊടുത്ത വിവരങ്ങൾ കറക്റ്റ് ആണെങ്കിൽ വേണം എന്നുള്ള ഓപ്ഷനാണ് നിൽക്കേണ്ടത്. തിരഞ്ഞെടുത്ത സ്ഥലവുമായി തുടരണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരവാട്ടോ വേണം. ഇനി അടുത്തൊരു ഇന്റർഫേസിലോട്ട് ഇത് പോകും. ഇനിയാണ് വീടിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാൻ കോമൺ ആയിട്ട് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു ഓപ്ഷനാട്ടോ ഇതിൽ കൊടുത്തു പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, അതായത് നമ്മുടെ നിലത്ത് എന്താണോ വിരിച്ചത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാ വീടുകളിലും ടൈൽസ് ആയിരിക്കും, അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉപയോഗിച്ചത് അതാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് വേണം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, നമ്മുടെ ചുമരിൽ എന്താണോ ഉപയോഗിച്ചത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അതും കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന സിമൻറ്റ് പൂശിയ കല്ലാണ്. അതായത് സിമൻറ്റോ ചുണ്ണാമ്പ് ചാന്തോ പൂശിയ കല്ല്, ആ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. നെക്സ്റ്റ്, സെൻസസ് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി. മേൽക്കൂര ഇതേപോലെ കോമൺ ആയിട്ട് വരുന്ന കോൺക്രീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം നൽകേണ്ടതാണ്. പിന്നെ ഈ സെൻസസ് വീടിൻ്റെ അവസ്ഥ നല്ലതാണോ, താമസിക്കാവുന്നതാണോ, ജീർണിച്ചതാണോ, അതും നിങ്ങൾ എന്താണോ പുതിയതായിട്ട് വെച്ച വീടാണെങ്കിൽ നല്ലത് തന്നെ കൊടുക്കണം കേട്ടോ. തീരെ വാസയോഗ്യമല്ലാത്ത വീടാണെങ്കിൽ ജീർണിച്ചത് തന്നെ കൊടുക്കണം. അപ്പോൾ കൊടുത്തതൊക്കെ സേവ് ചെയ്ത് അടുത്തതിലേക്ക് നീങ്ങാം. തുടരണമെന്ന് വേണം എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അടുത്ത ഇന്റർഫേസിൽ ക്വസ്റ്റ്യൻ നോക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം, അതിനുശേഷം കുടുംബനാഥൻ്റെ പേരാണ് വേണ്ടത്. അത് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആ പേര് വരും. അപ്പോൾ നമ്മൾ അവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല.
നെക്സ്റ്റ് കുടുംബനാഥൻ്റെയോ നാഥയുടെയോ പേര് നമ്മൾ തിരഞ്ഞെടുത്ത ഭാഷയിൽ എൻ്റർ ചെയ്യണം. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളമാണ്, അപ്പോൾ മലയാളത്തിൽ അവിടെ അടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മലയാളം ടൈപ്പിംഗ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ അടിച്ചു കൊടുത്താലും തൊട്ട് താഴെയായിട്ട് അതിൻ്റെ മലയാളം വരും, അപ്പോൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് കുടുംബനാഥൻ്റെ ലിംഗഭേദമാണ് ആൺ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പട്ടികജാതിയോ പട്ടികവർഗമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി വീടിൻ്റെ ഉടമസ്ഥതയുടെ ചോദ്യമാണ്. സ്വന്തമാണെങ്കിൽ സ്വന്തം, അല്ലെങ്കിൽ വാടകയ്ക്കാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ആ വീട്ടിൽ താമസിക്കാനുള്ള മുറികളുടെ എണ്ണം, അവിടെ എണ്ണം കൊടുക്കാം. നെക്സ്റ്റ് ഈ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം. ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ 1 എന്നാണ് കൊടുക്കേണ്ടത്. 2 ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ 2 എന്ന് കൊടുക്കണം. സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. വീണ്ടും വേണം എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് ഇന്റർഫേസിൽ കുടുംബത്തിന് ലഭ്യമായ സൗകര്യങ്ങളുടെ ഉത്തരങ്ങളാണ് കൊടുക്കേണ്ടത്. കുടിവെള്ളത്തിന്റെ സ്രോതസ് എന്ന ചോദ്യം ഓപ്ഷൻസ് ഒക്കെ വായിക്കാം. ഞാനിവിടെ കിണർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കുടിവെള്ള സ്രോതസ്സിന്റെ ലഭ്യത. പരിസരത്ത് തന്നെയാണ് കിണറെങ്കിൽ പരിസരത്ത് നിന്ന് കൊടുക്കണം. അടുത്താണെങ്കിൽ പരിസരത്തിനടുത്ത്. ദൂരെ നിന്നാണ് നിങ്ങൾ വെള്ളം കൊണ്ടുവരുന്നതെങ്കിൽ ദൂരെ എന്നുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വെളിച്ചത്തിന്റെ പ്രധാന സ്രോതസ്. വൈദ്യുതി, മണ്ണെണ്ണ, സൗരോർജ്ജം, മറ്റെണ്ണ, മറ്റുള്ളവ. വിളക്ക് കത്തിക്കുന്നില്ല. ഇതിലേതാണോ അത് സെലക്ട് ചെയ്യാം. പിന്നെ കക്കൂസിന്റെ ലഭ്യത. കക്കൂസ് ഉണ്ടെങ്കിൽ ഉണ്ട്, കുടുംബത്തിൻ്റെ ഉപയോഗത്തിന് മാത്രമാണെങ്കിൽ അങ്ങനെ, മറ്റു കുടുംബങ്ങളുടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അങ്ങനെ. നെക്സ്റ്റ് കക്കൂസിൻ്റെ തരമാണ്. സെപ്റ്റിക് ടാങ്കിനോട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് എന്നാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഡ്രെയിനേജിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അഴുക്കുവെള്ളം പോകുന്നത് മൂടിയ ഡ്രെയിനേജ് ആണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ പരിസരത്ത് ലഭ്യമായ കുളിക്കാനുള്ള സൗകര്യം, കുളിമുറി കൊടുക്കാം. അടുത്തത് ഗ്യാസ് കണക്ഷനെ പറ്റിയാണ്. LPG കണക്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം. പാചകം അടുക്കളയിലാണെങ്കിൽ നെക്സ്റ്റ് ഉള്ള ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോവാം. നെക്സ്റ്റ് പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം. വിറകാണെങ്കിൽ വിറക് കൊടുക്കുക, അല്ലെങ്കിൽ LPG കൊടുക്കുക. സേവ് ചെയ്ത് തുടർന്ന് അടുത്ത പേജിലേക്ക് പോവാം. നെക്സ്റ്റ് കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെ പറ്റിയുള്ള ചോദ്യങ്ങൾ. ആസ്തികൾ എന്ന് പറഞ്ഞാൽ പറമ്പോ സുത്തോ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റുകളാണ്. റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്ന്. സാധാരണ ഒരു റേഡിയോ സെറ്റ് ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷനും, നമ്മുടെ സ്മാർട്ട് ഫോണിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ടെലിവിഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ്. അതിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം. ലാപ്ടോപ്പിലാണോ മൊബൈൽ ഫോണിലാണോ അതൊക്കെ ഉള്ളത് ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫോൺ എന്തായാലും ഉണ്ടാവുമല്ലോ, സ്മാർട്ട് ഫോൺ തന്നെ ആയിരിക്കുമല്ലോ, ഇപ്പം ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഫോണിലായിരിക്കുമല്ലോ, അപ്പോൾ അത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ വീട്ടിലെ വണ്ടികളെ പറ്റിയാണ്. സൈക്കിളോ സ്കൂട്ടറോ മോട്ടോർ സൈക്കിളോ ഉണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കാറോ ജീപ്പോ വാനോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം. പിന്നെ കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം. അരിയാണെങ്കിൽ അരി കൊടുക്കാം, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് കൊടുക്കാം. പിന്നെ സേവ് ചെയ്ത് തുടരാം. ഇതോടുകൂടി നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങളുടെ ലിസ്റ്റൊക്കെ തീർന്നു. ഇനി അതെല്ലാം കൂടെ ഒരു പ്രിവ്യൂ ആയിട്ട് വരും. എന്നിട്ട് അതൊന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. ഉത്തരങ്ങളൊക്കെ ശരിയാണോ കറക്റ്റാണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സ്ഥിരീകരിച്ച് ഇത് സബ്മിറ്റ് ചെയ്യാം. ഏറ്റവും താഴെ കാണുന്ന ഗ്രീൻ കളർ സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ള ബട്ടനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ പിന്നെ കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവരങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അത് പ്രശ്നമില്ല. നമ്മളെ ഈ സെൻസസ് ഉദ്യോഗസ്ഥൻ വരുമ്പം അവരുടെ ഫോണിൽ ഇത് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ അഥവാ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പാനിക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ വേണം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അവർ. അപ്പോൾ ആ ID ആണ് നമ്മുടെ സെൻസസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ID അവർ അതിലടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സമയവും അവരുടെ സമയവും നമുക്ക് ലാഭിക്കാം. പിന്നെ ഫ്രോഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അവർ നമുക്ക് തിരിച്ചറിയാൻ കൂടിയുള്ളൊരു മാർഗമായിട്ട് ഇത് കാണാം. അപ്പം എൻ്റെ ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സും വീട്ടിലിരുന്ന് സെൽഫായിട്ട് എന്യൂമറേഷൻ ചെയ്യുക. എന്നിട്ട് സെൻസസ് ഉദ്യോഗസ്ഥൻ വരുമ്പോൾ നല്ല കുട്ടികളായിട്ട് ഈ നമ്പർ പറഞ്ഞെടുത്ത് സേഫായിട്ട് ഇരിക്കുക കേട്ടോ. ടിൽ ദെൻ ബൈ ബൈ.